ആ സ്റ്റാർട്ടിങ് സെൽഫ് അടിക്കുമ്പോൾ തന്നെ സെൽഫ് അടിച്ച് വണ്ടി ആ ഒരു ക്രാങ്ക് ആവുന്ന സമയത്ത് തന്നെ ആ ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ്റെ സൗണ്ടിൽ വ്യത്യാസമുണ്ട്, എഞ്ചിൻ റണ്ണിങ് ഫീലിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഒരുപാട് കട്ട് ഓഫ് അടിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഗിയർ മാറി ഓടിച്ച് അങ്ങനെയൊക്കെ ശീലിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഓടിപ്പിൻ്റെ ഗുണം നിങ്ങൾ എഞ്ചിൻ പൊളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെൽക്കം ബാക്ക് ഈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി കൊടുത്തിട്ട് 10 ദിവസത്തിന് ശേഷമാണ്, 10 ദിവസം കഴിഞ്ഞ് 11ാം ദിവസമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. 10 ദിവസം നമ്മുടെ ആ ഒരു ഷോപ്പിൽ നമ്മുടെ വണ്ടി ഇരുന്ന് കേട്ടോ. അപ്പോൾ വർക്ക് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായാലും ബാക്കി വീഡിയോ ചെയ്യുന്നില്ലേ, അല്ല എൻ്റെ ബാക്കി റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് പറയുന്നത്, അടുത്ത വീഡിയോ എപ്പോഴാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10 ദിവസം നമ്മുടെ വണ്ടി ആ ഒരു ഗ്യാരേജിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കൊണ്ടുകൊടുത്ത ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ കൊണ്ടുകൊടുത്ത ദിവസം തന്നെ അത്യാവശ്യം അവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ വർക്കിന് എടുത്ത് വെച്ചിരിക്കുന്ന വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 10 ദിവസത്തോളം നമ്മുടെ വണ്ടി അവിടെ ഇരുന്നു. പിന്നെ ഞാൻ പുള്ളിയെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബ്രോ എന്തായി, അപ്പോൾ ഇടയ്ക്ക് 2 സ്റ്റാഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാൽവ് ഞാൻ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വാൽവ്, അപ്പോൾ അടുത്തുള്ള ഷോറൂമിൽ പോയപ്പോഴത്തേക്ക് 2 വാൽവ് മാത്രമേ കിട്ടിയുള്ളൂ, 2 കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഓർഡർ കൊടുത്ത് പിറ്റേ ദിവസമൊക്കെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇതേ പവർ ആൻഡ് പവറേഷായിട്ട് ചെറുക്കൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, തക്കുടു കുട്ടപ്പൻ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. വർക്കെല്ലാം കംപ്ലീറ്റ് ആയി, ഇതേ കാണാൻ പറ്റും. അവൻ പക്ക പെർഫെക്റ്റ് ആണ്, വേറെ സീനൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ടൈമിംഗ് ചെയിൻ മാറിയതിൻ്റെ, വാൽവ് ക്ലിയർ ചെയ്തതിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെ പവർ ആൻഡ് പവറേഷായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ചെറുക്കെ. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോയതിൻ്റെ അന്നത്തെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അതായത് ഞാൻ എന്തായാലും നേരിട്ട് എനിക്ക് വണ്ടി അവിടെ കൊണ്ടുവച്ച് കൂടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഫോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ എങ്കിലും ആഡ് ചെയ്തേക്കാന്ന്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോയതിൻ്റെ അന്നത്തെ വിഷ്വൽ കുറച്ചുണ്ട്, അത് നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വാട്ടാ ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി ഇതായിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിനൊക്കെ എടുത്ത് വെച്ചിട്ട് സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കി, ഇനിയിപ്പോൾ ബോഡിയൊക്കെ എടുത്ത് വെച്ചിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ പുള്ളി എത്തിയിട്ടില്ല, നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇത് അവിടെ നിൽക്കുകയാണ്, നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു. ഇതിപ്പോൾ വേറെ ഒന്നുമില്ല, ഓടിച്ച് നോക്കിയാൽ മതി. പിന്നെ ബാക്കി അത്രയൊക്കെ ഉള്ളൂ, ബാക്കി പണികളൊന്നുമില്ല. ബാക്കി ഇത് നമ്മുടെ എഞ്ചിനൊക്കെ എല്ലായിടത്തും തിരിച്ച് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടാങ്കാണ് ആയിരിക്കുന്നത്, അത്യാവശ്യം നല്ല അഴുക്കും പൊടിയുണ്ട് കേട്ടോ, കാരണം ഇവിടെ റോഡ് സൈഡാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൊടി അഴുക്കും എല്ലാം അതുപോലെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വണ്ടി കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യണം. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away like a card. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം പൊടി അഴുക്കും പിന്നെ നമ്മുടെ ഓയിലിൻ്റെ അവിടെ ഇവിടെ എടുത്ത് വെച്ചതിൻ്റെ പിടിച്ചതിൻ്റെയൊക്കെ അഴുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എനിക്ക് മെനിയാന്നാണ് കിട്ടിയത്. അപ്പോൾ ഇന്നലെ ഞാൻ കൊണ്ട് വണ്ടി വാഷൊക്കെ ചെയ്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇതാണ് വണ്ടിയുടെ. അത്യാവശ്യം നല്ല വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്, പക്ക ക്ലീനാക്കി ഇരിപ്പുണ്ട്. പിന്നെ ഇതിന് മുന്നേയും എനിക്ക് ഇങ്ങനെ തന്നെ വണ്ടി സൂക്ഷിക്കാറില്ല, ഞാൻ അങ്ങനെ അധികം ചെളിയാക്കി വെക്കാറില്ല. എനിക്ക് അങ്ങനെ കൊണ്ടുനടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എപ്പോഴും എനിക്ക് വണ്ടി നല്ല ക്ലീനായിട്ടിരിക്കണം. അപ്പോൾ അത് വർക്കിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫീൽ എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പുതിയ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഫീലുണ്ടല്ലോ, അതായത് നമ്മൾ ഈ ഷോറൂമിൽ വെച്ചെന്ന് അങ്ങനെ പറയത്തില്ല, അങ്ങനെ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പുത്തൻ എൻജിൻ നമ്മൾ ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ആ ഒരു ഫീലാണ്. ആ ഒരു പഴയ എൻജിനാണെന്ന് പറയത്തില്ല, ഒരു ടൈറ്റ് ഫീല് മൊത്തത്തിൽ. ഈ ലൂസായൊക്കെ കിടന്ന ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ആ സ്ക്രൂ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു ടൈറ്റ് ഫീൽ ഉണ്ടല്ലോ മൊത്തത്തിൽ. ഇപ്പോൾ ഒരു എഞ്ചിൻ ഒരു മുറിവിയൊരു അങ്ങനത്തേക്കൊരു ഫീലാണ്. കാരണം ഒരുപാട് ഇങ്ങനെ അയഞ്ഞ് ഓടി നമ്മൾ എഞ്ചിൻ കുറേ ഓടുമ്പോഴത്തേക്ക് ഒരു അയച്ചിൽ ഫീൽ ചെയ്യുമല്ലോ. ഇത്രയും നാൾ വണ്ടി അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വാൽവൊക്കെ ടൈറ്റ് ചെയ്ത് ടൈമിംഗ് ചെയിനൊക്കെ മാറി സെറ്റാക്കിയപ്പോഴത്തേക്കും ഒരു എഞ്ചിൻ്റെ സൗണ്ടിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്റ്റാർട്ടിങ് സെൽഫ് അടിക്കുമ്പോൾ തന്നെ സെൽഫ് അടിച്ച് വണ്ടി ആ ഒരു ക്രാങ്ക് ആവുന്ന സമയത്ത് തന്നെ ആ ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ്റെ സൗണ്ടിൽ വ്യത്യാസമുണ്ട്, എഞ്ചിൻ റണ്ണിങ് ഫീലിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു പിടുത്തം, ഒരു മുരൾച്ചയല്ല, എന്താണെന്ന് ശരിക്കും പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു പിടുത്തം വന്നിട്ടുണ്ട് വണ്ടി. പഴയ ആ ഒരു ഫീലല്ല, ഒരു അയച്ചിൽ മാറിയിട്ട് ഒന്ന് ടൈറ്റായ ആ ഒരു ഫീലാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്തായാലും സൗണ്ട് ആദ്യമേ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാമേ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സൗണ്ട് കേട്ടോ.
ജസ്റ്റ് കൈ ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം. ഐസപ്പോൾ ഇതാണ് ആ ഒരു സൗണ്ട്. ആ ഒരു കിലുക്ക സൗണ്ട് ഉണ്ടല്ലോ, ഒരു കിലുക്ക സൗണ്ട് കംപ്ലീറ്റ്ലി കുറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല, എന്തായാലും 100% മാറത്തില്ല. എന്നാലും മുന്നത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ വാൽവ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും നൈസായിട്ടൊക്കെ വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ആരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2023 മോഡലാണ് എൻ്റെ, അതിനും ഈ ഒരു സൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു എഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടാവാം ആ ഒരു സൗണ്ട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ സൗണ്ട്. ആ ഒരു ചിലപ്പോൾ സൗണ്ട് അത്യാവശ്യം ടൈറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇതായിട്ട് വാൽവിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ നമ്മുടെ ടൈമിംഗ് ചെയിനെ പറ്റി പറയുകയാണെങ്കിൽ ടൈമിംഗ് ചെയിൻ വലിയ സീൻ ഇല്ലായിരുന്നു കേട്ടോ. ടൈമിംഗ് ചെയിൻ വലിയ ലൂസ് ഇല്ലായിരുന്നു, അധികം അയച്ചിലോ കാര്യങ്ങളൊന്നും വന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അധികം നമ്മളെ ഒരു എന്താണ്, നിങ്ങൾ ഓടിക്കുന്ന ഒരു സ്റ്റൈൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എഞ്ചിൻ പൊളിച്ച് നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് കട്ട് ഓഫ് അടിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഗിയർ മാറി ഓടിച്ച് അങ്ങനെയൊക്കെ ശീലിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഓടിപ്പിൻ്റെ ഗുണം നിങ്ങൾ എഞ്ചിൻ പൊളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വർക്കിന് വേണ്ടി ഇളക്കുമ്പോൾ അറിയാൻ പറ്റും എന്തൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെ തേയ്മാനം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അധികം കൈയെടുത്ത് തുറന്ന് ഓടിക്കാത്തതുകൊണ്ട് ടൈമിംഗ് ചെയിനും ഒരുപാട് ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ല ടൈമിംഗ് ചെയിൻ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ അങ്ങ് മാറിപ്പോവാം, വേറെ സീനൊന്നും ഉണ്ടാവാതിരിക്കാൻ, ഫ്യൂച്ചറിൽ എൻ്റെ റണ്ണിങ്ങിലും വല്ല സീനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാറിപ്പോകാമെന്ന് പറഞ്ഞിട്ടാണ് മാറിയത്. അപ്പോൾ നമ്മൾ ടൈമിംഗ് ചെയിനും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വാൽവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിലുള്ള വാൽവ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ടൈറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. പക്ഷേ പുള്ളി പറഞ്ഞാൽ എന്തായാലും ഇളക്കമില്ല, അപ്പോൾ നമുക്ക് വാൽവും കൂടെ അങ്ങ് മാറിയേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പുത്തൻ വാൽവ് 4 വാൽവും പുത്തനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുത്തൻ വാൽവാണ് ഇപ്പോൾ കിടക്കുന്നത്, പഴയതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. വാൽവും വലിയ ഡാമേജൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും നിങ്ങളും വണ്ടി സർവീസിലാണ് കയറ്റുന്നുണ്ടെങ്കിൽ വാൽവൊക്കെ പുത്തൻ വാൽവ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 50,000 ഇതേപോലെ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാറുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ പിന്നെന്താ പറയാനുള്ളത്, പിന്നെ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പെൻസ് ആയിരിക്കും ഇനിയിപ്പോൾ അറിയാനുണ്ടത്, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ സൈഡിൽ, തണലത്തോടെ പോയി ഇരുന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വണ്ടിയെ പറ്റി വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ കുറച്ച് മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ വാൽവൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും വണ്ടി ഒരു പഴയ സീലോട്ട് ആയിട്ടില്ല. വണ്ടി ഈ നമ്മൾ വാൽവൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ട് ഒരു കൈ കൊടുക്കുമ്പോഴത്തേക്ക് ആശാന് കയറി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് വാൽവൊക്കെ ഒന്ന് സെറ്റായി ഒരു കുറച്ച് ദിവസം ഓടിയാലേ റെഡി ആവത്തുള്ളൂ എന്നാണ് മച്ചാൻ പറഞ്ഞത് കേട്ടോ. വണ്ടി ഓടിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രോ, ഇങ്ങനെ ഒരു പഴയ കൈ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു സഡൻ പിക്കപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് വാൽവ് നമ്മൾ മൊത്തത്തിൽ നിന്ന് റീസെറ്റ് ചെയ്തതിന് പ്രശ്നമാണ്. വണ്ടി കുറച്ച് ഓടുമ്പോഴത്തേക്കും ശരിയാവും. ഇനിയിപ്പോൾ കുറച്ച് മൈലേജ് ഷോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഓടിച്ചതിന് ശേഷം തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് ആ ഒരു ഇതില്ല, അതൊന്ന് സെറ്റ് ആവുമായിരിക്കും. പുത്തൻ വാൽവകയിൽ ഇട്ടേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് റെഡി ആവുമായിരിക്കും, എന്തായാലും നോക്കാം. പിന്നെ മാറിയത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി മേടിച്ചപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് വണ്ടി മേടിച്ചിട്ട് 7ാമത്തെ വർഷം ആവുന്നു ജൂലൈ ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു മേടിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പാർട്സ് വണ്ടിയിലുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഈ റിയർ മാസ്റ്റർ സിലിണ്ടർ ഉണ്ടല്ലോ, ഇതിപ്പോൾ പുത്തൻ മാസ്റ്റർ സിലിണ്ടറാണ് ഇട്ടേക്കുന്നത്. ബാക്ക് ഇതിൻ്റെ അഡാപ്റ്ററും ഇതിൻ്റെ കേബിളും ഇതിൻ്റെ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ കണ്ടെയ്നർ ഉണ്ടല്ലോ അതും പുത്തനാണ്. ഈ ഒരു സെറ്റ് ഫുള്ള് പുതിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്നതിൽ കുറച്ച് ഫ്ലൂയിഡ് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും മാറ്റിയിട്ടില്ല, പിന്നെ ഉള്ളതൊക്കെ അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓയിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ആയതിൻ്റെ മൊത്തത്തിൽ എക്സ്പെൻസ് ആണ് എത്ര ആയെന്ന് അറിയാനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് എത്ര ആയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വണ്ടിയിലെല്ലാം ഒരുവിധം വർക്കെല്ലാം കൂടെ ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് അധികം വർക്കില്ല. ഈ ഒരു എഞ്ചിൻ പൊളിച്ച നമ്മുടെ ഒരു ടൈമിംഗ് ചെയിനും വാൽവ് മാറ്റുന്ന ഒരു പണി മാത്രമേ ഉള്ളായിരുന്നു, പുറമേ ഒന്നുമില്ല. കൂടെ ചെയ്ത് പോയതുകൊണ്ട് വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. എഞ്ചിനകത്തായാലും കണ്ടീഷനൊക്കെ ഒരു ഓക്കെ കണ്ടീഷനായിരുന്നു, വേറെ സീനൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെ ഇതുവരെ ഓടിച്ചിരുന്നോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ എഞ്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയാതെ നിങ്ങൾ എങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നോ ആ ഒരു കണ്ടീഷനായിരിക്കും നിങ്ങളുടെ എഞ്ചിൻ നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുക. ഇതേപോലെ ഒരു സർവീസിന് കയറ്റുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങളുടെ ഓടിച്ചതിൻ്റെ ഒരു ഗുണം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങളുടെ റൈഡിങ് സ്റ്റൈലുകളിലിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന പൈസ എന്ന് പറയുന്നത് ഈ ഒരു സർവീസിന്, അല്ലെങ്കിൽ ഒരു മേജർ സർവീസിനെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് അധികം അങ്ങനെ പാർട്സ് ഒന്നും മാറേണ്ടി വന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ മാത്രമാണ് ഞാൻ എക്സ്ട്രാ മാറിയിരിക്കുന്നത്. പിന്നെ എന്തായാലും ഓയിലും കൂടെ മാറേണ്ടി വരും. നമ്മളിപ്പോൾ മോട്ടീവുകൾ സെമി സിന്തറ്റിക്കാണ് എടുത്തേക്കുന്നത്. ഞാൻ ഫുള്ളി സിന്തറ്റിക്കാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത്തവണ ഞാൻ ഇപ്പോൾ സെമി സിന്തറ്റിക് ഗോൾഡ് 20W50 തന്നെയാണ്, അതിൽ ഗോൾഡ് എന്ന് പറഞ്ഞ സീരീസ് സെമി സിന്തറ്റിക് ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പറഞ്ഞുതരാം, ടോട്ടൽ എമൗണ്ട് എനിക്കൊരു 5,700 കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. അതിൽ നിങ്ങൾക്ക് ഈ മാസ്റ്റർ സിലിണ്ടർ ഒന്നും വേറെ സീനില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും 5-നകത്ത് നിൽക്കും. എനിക്കിപ്പോൾ ഞാൻ ഈ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാ വർക്ക്ഷോപ്പിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റ് ആയിരിക്കില്ല. ഷോറൂമിൽ കിടത്താൽ എന്തായാലും നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും 10,000-ന് പുറത്തെങ്കിലും ആവുന്നു. ലേബർ മാത്രം ചിലപ്പോൾ 5,000 രൂപ ആവും. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ടോട്ടലി ഒരു 5,700 ആയേക്കുന്നത്.
അതിൽ ഈ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്ന സാധനം മാറിയിട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5-നകത്ത് നിന്നേ കേട്ടോ. അപ്പോൾ അതേ മാസ്റ്റർ സിലിണ്ടർ മാറിയതിൻ്റെ ഒരു വേറെ ഷോപ്പിൽ നിന്ന് ബജാജിൻ്റെ ജെന്യൂൻ പാർട്സ് ഇടുന്ന ഷോപ്പിൽ നിന്ന് പുള്ളി തന്ന ബില്ലാണ്. അപ്പോൾ ഇതിൽ മാസ്റ്റർ സിലിണ്ടർ അസംബ്ലിക്ക് മാത്രം 687, പിന്നെ അതിൻ്റെ വാഷറും അഡാപ്റ്ററും എല്ലാം കൂടെ ഗ്രാൻഡ് ടോട്ടൽ ഒരു 798 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു 800 രൂപ കൂട്ടാം. പിന്നെ ബാക്കി നമ്മുടെ ബജാജിൻ്റെ ബില്ലാണ് ഇരിക്കുന്നത്. അതിൽ സ്പെയർ മാറിയ ബില്ലാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടൽ ഒരു 2041 ബില്ല് എമൗണ്ട് കാണിക്കുന്നത്. അതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന്. അതിൽ നമ്മുടെ ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ടൈമിംഗ് ചെയിൻ്റെയാണ് കൊടുത്തേക്കുന്നത്. 322 കേട്ടോ ടൈമിംഗ് ചെയിൻ വരുന്നത്. പിന്നെ അതിൻ്റെ വാൽവ് കിറ്റ്, അതായത് നമ്മുടെ വാൽവാണ് 2 320. പിന്നെ അതിൻ്റെ വാൽവ് കിറ്റ് 2 329 കാണാൻ പറ്റും. പിന്നെ ഗ്യാസ്കറ്റാണ്. ഗ്യാസ്കറ്റ് നമ്മുടെ ഹെഡിൽ തന്നെ നമുക്ക് 2 ഗ്യാസ്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ സൈഡിലും ക്ലച്ച് കവർ അഴിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ ഗ്യാസ്കറ്റ് വരും. അത് മൊത്തത്തിൽ 2, 3, 4 ഐറ്റം 5 ഐറ്റം ഗ്യാസ്കറ്റാണ് കേട്ടോ കിടക്കുന്നത്. ഹെഡും CY എന്ന് കിട്ടേക്കുന്നത് സൈഡ് എന്താണെന്ന് കറക്റ്റ് അറിയാൻ വയ്യ. ഗ്യാസ്കറ്റാണ് മൊത്തം വന്നേക്കുന്നത്. അതിന് മൊത്തം ഒരു 144, 50, 312, 65. പിന്നെ ഒരു ഓയിൽ സീലാണ്, അതിന് 29 ആണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ പാർട്സായിട്ട് എടുത്തത്. അപ്പോൾ അതിന് ഗ്രാൻഡ് ടോട്ടൽ കിടന്നത് 2041 രൂപയാണ് ഈ ഒരു ബില്ല് മാത്രം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ബില്ല് മാത്രം എസ്റ്റിമേറ്റ് ഒരു 3 റേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ലേബറാണ്. പുള്ളിയുടെ ലേബർ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ വണ്ടി പുള്ളി അവിടെയാണ് കൊടുക്കുന്നത്. എൻ്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വർഷം ആവുന്നുണ്ട് പുള്ളി എൻ്റെ വണ്ടി പണിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പുള്ളിയുടെ തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ഇപ്പോൾ വർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചെല്ലുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിലേക്കാണ് തരുന്നത്. അപ്പോൾ നിങ്ങളും നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിസ്കൗണ്ടും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് മച്ചാൻ കുറച്ച് റേറ്റും കാര്യങ്ങൾ കുറച്ചാണ് തരുന്നത്. പൊതുവേ എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ തിരക്കിയിടത്തോളം പൊതുവേ പുള്ളിക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. പുറത്ത് എത്ര റേറ്റാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. കാരണം ഞാൻ ലോക്കൽ വർക്ക്ഷോപ്പിൽ, പുറത്തുള്ള വേറെ വർക്ക്ഷോപ്പിലൊന്നും ഇതിൻ്റെ റേറ്റ് എത്രയാവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഷോറൂമിലാണെങ്കിൽ മക്കളെ എങ്ങനെ ആയാലും 10,000-ന് പുറത്താവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻജിൻ പൊളിച്ച് പണിയുന്നുണ്ട്. പിന്നെ ഇത്രയും നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഷോറൂം എന്തായാലും എൻ്റെ വീടിൻ്റെ അടുത്തില്ല. കൊല്ലത്ത് വലിയ സീനില്ലെന്നാണ് തോന്നുന്നത്. കൊല്ലം സാരഥി ബജാജ് എനിക്ക് കൊടുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സർവീസ് ഉണ്ടെന്നാണ് വിശ്വാസം. നമ്മുടെ ഒരു ട്രിവാൻഡ്രം ഏരിയയിൽ അത്ര അങ്ങ് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഷോറൂം എന്തായാലും എൻ്റെ വീടിൻ്റെ അടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി എനിക്ക് നല്ല വിശ്വാസമാണ്. ഇപ്പോൾ എന്ത് വർക്കുണ്ടെങ്കിലും പുള്ളിയെ തന്നെ കൊടുക്കുന്നത്. അതുകൊണ്ട് മച്ചൻ്റെ തന്നെ കണ്ണുടച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടി സർവീസ് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കും വേറെ അങ്ങനെ ഇതുവരെ ഓടിച്ച് ഞാൻ മെനിയാനാണ് ഈ വണ്ടി കിട്ടിയത്. ഇന്നലെ ഒരു ദിവസം പുള്ള ഓടിച്ചിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കിട്ടിയ ഉടനെ അങ്ങ് എടുത്ത് പറയുന്നത് ശരിയല്ല. എന്തെങ്കിലും നെഗറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ പറയാമല്ലോ. മുന്നേയും നമ്മൾ പല ഇതും ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നലെ ദിവസം ഞാൻ ഫുള്ള് വണ്ടി കൊണ്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആകെ തോന്നിയ ഒരു പവർ ലോസ് ഉണ്ട് വണ്ടി. കൈ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി കയറുന്നില്ല. അത് നമ്മൾ വാൽവൊക്കെ ടൈറ്റ് ചെയ്തതിൻ്റെയാണ്. അതൊന്ന് സീറ്റിംഗ് ആകുമ്പോഴത്തേക്കും റെഡി ആവുമായിരിക്കും എന്നാണ് വിശ്വാസം. പിന്നെ വേറെ ഗ്യാസ്കറ്റിൻ്റെ അവിടെ നിന്ന് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. ഞാൻ രാവിലെ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ ഒരു 5700 5700 നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിയേക്കുന്നത്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടറിന് മാത്രം തന്നെ ഒരു 800 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന റേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും ചിലപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടണമെന്നില്ല, ചിലപ്പോൾ കൂടുതലായിരിക്കാം. ഇതിനെക്കാട്ടി കുറഞ്ഞ റേറ്റിൽ ഇനി എവിടെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വേണ്ട. എനിക്ക് തോന്നുന്നു ഏതായിരിക്കും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. പുള്ളി എനിക്ക് അത്ര വിശ്വാസമുള്ളതാണ്. ഞാൻ പുള്ളിയെ തന്നെ എപ്പോഴും വർക്ക് കൊടുക്കാറുള്ള കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു മച്ചാരുണ്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാനായിട്ട്. ആശാനിപ്പോൾ റിട്ടയർ ആയിരിക്കുകയെന്ന് തോന്നുന്നത്. ഇനി മെസ്സേജ് അയക്കാറുണ്ട്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നിങ്ങൾ പാരിപ്പള്ളിയിൽ വണ്ടി കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കുക. എന്തായാലും ഞാൻ പുള്ളിയുടെ പേരും കോൺടാക്ട് നമ്പരും ഇപ്പോൾ ഞാൻ സ്ക്രീനിൻ്റെ താഴെ കാണിച്ചേക്കാം. വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വണ്ടി കൊണ്ടു ചെല്ലുക. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇടയ്ക്ക് ഒരു പുള്ളി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് വന്നത്, വണ്ടി കൊണ്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ച് ഇന്ന ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ ഞാൻ എന്തായാലും മെക്കാനിക് നമ്പർ തരാം, എന്തായാലും കോൺടാക്ട് ചെയ്ത് വിളിച്ച് ചോദിച്ചിട്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെയാണ് പുള്ളിയുടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളും വരാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, NS എന്നല്ല ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് വിശ്വസിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിന് പുറത്താണ്, പുള്ളിയുടെ പരസ്യമൊന്നുമില്ല. പുള്ളി എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, എൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക, ഷോപ്പ് ഒന്ന് കാണിക്കുക, ഒന്ന് പ്രൊമോഷൻ ചെയ്യുമെന്ന് ഇതുവരെ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സ്ഥലം പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ഇനിയിപ്പം അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് വെറുതെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയോണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രം കൊല്ലം സൈഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി എന്ത് വർക്കായാലും പുള്ളിയെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യത്തിന് കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. ഞാൻ ഗ്യാരണ്ടി വർക്കിൻ്റെ കാര്യത്തിൽ. പിന്നെ 10 ദിവസം വണ്ടി കയ്യിലില്ലായിരുന്നു, അതിൻ്റെ ഒരു സീനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വേറെ യൂസ് ചെയ്യാൻ എനിക്ക് വേറെ വണ്ടിയില്ല, കടയിലേക്ക് പോകാനായാലും അങ്ങനെ വേറെ വണ്ടിയില്ല.
അപ്പോൾ ഒരു 10 ദിവസം ആശാൻ കൂടെ ഇല്ലാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെ ഒരു ആളുടെ അടുപ്പുണ്ട്, അതാണ് എടുത്തുകൊണ്ടൊക്കെ പോയത് കേട്ടോ. കഴിച്ചപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. വേറെ ഈ വീഡിയോയിൽ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. വേറെ ഇത്രയാണ് ഈ എക്സ്പെൻസൊക്കെ ആയേക്കുന്നത്. വേറെ ഡീറ്റെയിൽസ് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടിയെ പറ്റി പറയാനാണെങ്കിലും വണ്ടി വേറെ സീനൊന്നുമില്ല, ഇതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഓയിൽ ലീക്കോ എന്തെങ്കിലും സീൻ വല്ലതും ഉണ്ടാകുന്ന അറിയാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ വിഷയമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷോപ്പിൻ്റെ ലൊക്കേഷൻ നല്ലപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് വണ്ടിയെ പറ്റി വണ്ടി ഇതായിരിക്കുന്നു, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആശാൻ പവറാണ്, പവറേഷാണ്. ഇന്നലെ കൊണ്ടേ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് വാഷ് ചെയ്യാത്ത ആളാണ്. ഞാൻ വീട്ടിൽ വെച്ച് തന്നെയാണ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം സ്ഥിരമായിട്ട് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ഈ പ്രഷർ വാഷ് അടിക്കുന്നത് വണ്ടിയുടെ ഈ പെയിൻറ്റിങ് പാർട്സിന് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴാണ് കൊടുക്കാറുണ്ട്, വല്ലപ്പോഴ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.